ഇതിലും വലിയ നാണക്കേട് ഇനി പാകിസ്ഥാൻ ടീമിന് കിട്ടാനില്ല. ഇന്ന് അമേരിക്കൻ ടീമിനെതിരെയാണ് പാകിസ്ഥാൻ തോറ്റിരിക്കുന്നത്. USA അട്ടിമറി വിജയമാണ് നേടിയിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല. അതുപോലത്തെ മികച്ച ബാറ്റിംഗ് ബൗളിംഗുമാണ് USA ഇന്ന് കാഴ്ചവെച്ചത്. ഇന്ന് കളി തോറ്റ ശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ T20 വേൾഡ് കപ്പിലെ ആദ്യത്തെ അട്ടിമറി വിജയമാണ് USA ഇന്ന് നേടിയിരിക്കുന്നത്. പാകിസ്ഥാനെ പഞ്ഞിക്കിട്ടാണ് അവർ വിജയം നേടിയത്. ഇന്ന് കളി തോറ്റ ശേഷം ബാബർ അസം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. വളരെ മികച്ച രീതിയിലാണ് ഞങ്ങൾ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പിച്ചിൽ ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് പിഴച്ചത് ബൗളിങ്ങിലാണ്. അമേരിക്കയുടെ വിക്കറ്റുകൾ യഥാക്രമം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ബൗളേഴ്സ് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായി ബൗൾ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. കളി ഞങ്ങൾ അവസാന ഓവറായപ്പോൾ ജയിക്കുമെന്ന് കരുതിയതായിരുന്നു. എന്നാൽ കളി സൂപ്പർ ഓവറിലേക്ക് എത്തി. സൂപ്പർ ഓവറിൽ കളി തിരിച്ചു പിടിക്കാമെന്ന് കരുതി. എന്നാൽ സൂപ്പർ ഓവറിലും മോശം പ്രകടനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. അമേരിക്ക സൂപ്പർ ഓവറിൽ 18 റൺസ് എടുക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. സൂപ്പർ ഓവറിൽ ഒരുപാട് എക്സ്ട്രാസ് പോയി. അതാണ് കളി തോൽക്കാൻ കാരണമായത്. ഇനി ഞങ്ങളുടെ അടുത്ത മത്സരം ഇന്ത്യയുമായിട്ടാണ്. അവർക്കെതിരെ ഞങ്ങൾ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് ബാബർ അസം വ്യക്തമാക്കി. പാകിസ്ഥാൻ ടീമിനെതിരെ വലിയ രീതിയിൽ ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതുപോലത്തെ മോശം കളിയാണെന്ന് പാകിസ്ഥാൻ കാഴ്ചവെച്ചത്. USA പോലത്തെ ഒരു ടീം പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനു വലിയ നാണക്കേട് ഇനി പാകിസ്ഥാൻ ടീമിന് കിട്ടാനില്ല. പാകിസ്ഥാനെ കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു. അത് മാറി കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. ഇന്ത്യ അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനെ പഞ്ഞിക്കിടുമെന്നത് ഉറപ്പാണ്. USAക്കെതിരെ പോലും പാകിസ്ഥാനെ ജയിക്കാൻ സാധിക്കുന്നില്ല. പാകിസ്ഥാൻ ഇന്ന് 159 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ USA അത് ഡ്രോ മാച്ചാക്കി. അവസാനം സൂപ്പർ ഓവറിൽ കളി ജയിച്ചു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.